എന്റെ ഓർമ്മ എന്റെ ഓർമ്മ ശരിയാണ്. മൊഗ്രാൽ പുത്തൂർ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനും തന്റെ ഭാര്യയും കുടുംബവും വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞങ്ങളെ വരുന്നത് കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടാണ്. ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്. ചെറിയ വിഷമത്തിലല്ല, വലിയ വിഷമത്തിലാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 11 കൊല്ലമായി. ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല. വല്ലാത്ത പ്രയാസത്തിലാണ്. സുബ്ഹാനല്ലാഹ്. മക്കളുണ്ടായിട്ടില്ല. സ്വലാത്തുൽ ഫാത്തിഹിന്റെ മദ്രസയെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. ഇത് കേൾക്കാൻ ഞങ്ങളെ തുടങ്ങി. അപ്പൊ സന്തോഷം. തങ്ങൾ പാപ്പാനോടൊന്ന് പറയണം, മക്കളില്ലാത്ത വിഷമം പറയണം. സ്വലാത്ത് കേൾക്കാൻ തുടങ്ങിയ സന്തോഷം അറിയിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, 2 നേരം സ്വലാത്തിൽ ഇരുന്നോ. നിന്റെ വീട്ടിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാരെല്ലാം ഇറക്കിത്തരും. 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ ചെറുപ്പക്കാരൻ മേലെ കുടക്കാട് എന്റെ മുറ്റത്ത് വന്നിരുന്നു. എന്നോട് ചോദിച്ച്, എന്നറിയോ? ഞാൻ പറഞ്ഞു, ഓർമ്മയില്ല. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് തങ്ങളെ കാണാൻ ഞങ്ങള് വന്നിരുന്നു. അന്ന് ഒരുപാട് വിഷമത്തിലായിരുന്നു. മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഫദ്ല് പറയാൻ വേണ്ടിയിട്ടാണ് കിലോമീറ്റർ താണ്ടി ഞങ്ങൾ വന്നത്. ആ സഹോദരൻ പറഞ്ഞു, കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തുൽ ഫാത്തിഹ ബർക്കത്താ. കൊടക്കാട് മണ്ണൊരു ബർക്കത്താ. ഒരു കൂടപ്പറപ്പുള്ള അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എവിടെ സ്ഥലം? മൊഗ്രാൽ പുത്തൂർ, കാസർഗോഡിലെ. മുമ്പ് ഇവിടെ വന്നിരുന്നല്ലേ? എന്തിനാ വന്നത്? മക്കളില്ലാത്തോണ്ട്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 11 വർഷമായി. മാഷാ അല്ലാഹ്. ഇപ്പത്തെ അവസ്ഥ? ഇപ്പൊ 2 മാസം ഗർഭിണിയാണ്. അൽഹംദുലില്ലാഹ്. ആ ഫളില് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാസർഗോഡ് വീണ്ടും ഇവിടെ വന്നത്. എന്റെ ഭാര്യ ഗർഭിണിയാണ്. 11 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. അൽഹംദുലില്ലാഹ്, ഇപ്പൊ സന്തോഷാണ്. 11 കൊല്ലത്തിന് ശേഷം 2 മാസം ഗർഭിണി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുഖപ്രസവം അല്ലാഹു നൽകട്ടെ കേട്ടോ. ഇത് നമ്മളെ കറാമത്തൊന്നുമില്ല. സ്വലാത്ത് ചൊല്ല് റഹ്മത്തിന്റെ മലക്ക് ഇറക്കിട്ട് പാവം കാസർഗോഡ് വന്നിട്ട് അല്ലാഹു ബർക്കത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖാലായിക് മിൻ ജഹന്നമ ഫീ യദി. ആ കുടുംബത്തിന് സുബ്ഹാനല്ലാഹ് 11 വർഷത്തിന് ശേഷം ആ പൊന്നുമോള് ഗർഭിണിയാ. കാസർഗോഡ് മൊഗ്രാലിൽ നിന്ന്, മൊഗ്രാല് പുത്തൂരിൽ നിന്ന് ആ കുടുംബം ഇവിടെ വന്നത് വെറുതെ ആയില്ല. പടച്ചോനെ, ഇന്നലെയും എല്ലാ ദിവസവും കാസർഗോഡ് നിന്ന് ഒരു 10 ആളെങ്കിലും എന്റെ വീടിന്റെ മുറ്റത്തുണ്ടാവും. കാസർഗോഡ് നിന്ന്, കൊല്ലത്ത് നിന്ന്, വടകരയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് വരുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്.
ആ കുടുംബ ഫാത്തിഹ ഓതുകയാണ്. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പോ പെട്ടെന്ന് ചെറിയ ദ്വാരക്കുള്ള എനിക്ക് കോട്ടക്കലെത്തണം. വേഗം ദ്വാരക്കും. ഇന്ന് പുലർച്ചെ ഞാൻ ഇന്ന് പോട്ടോ. സ്വലാത്ത് വലിയതൊക്കെ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ അറിയിക്കുക. പിന്നെ പറയാനുള്ളത് ഇന്ന് ഇജാസത്തുണ്ട്. സലാത്തുൽ ഫാത്തിഹിന്റെ ഇജാസത്ത് ചൊല്ലിത്തരണം തങ്ങളെ. പെണ്ണുങ്ങൾ സലാം പറയരുത്, എന്നോട് സംസാരിക്കരുത്. ഞാൻ ഞങ്ങളോട് അങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് പറയണ്ട. 7:20 മുന്നേ വിളിക്കാൻ പാടില്ല. 7:20 മുന്നേ കോളിച്ച് സലാത്തുൽ ഫാത്തിഹ് 7:20 അല്ല 7 മണിക്ക് 7:30 ഫോൺ ഓണാക്കും. 8:20 വരെ കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദ്വാരക്കുള്ളൂ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ്, ഈ മജ്ലിസ് ഒരിക്കലും ഒഴിവാക്കരുത്. ബിക്കോസ് എന്റെ വാപ്പാന്റെ ആണ്ടാണ്. മഹാനായ മർഹൂം സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പാപ്പയുടെ ആണ്ടാണ്. മാത്രമല്ല റഹ്മത്തിന്റെ മാലാഖമാരെ പറന്നിറങ്ങുമ്പോ ഒരു മദ്രസക്കുള്ള സഹായം, അത് മാത്രമല്ല നമ്മളെ നോക്കുന്ന പിഞ്ചു മക്കൾക്കുള്ള ആ പൈസയുടെ ധനസഹായം നമ്മൾ ഏറ്റെടുത്ത ആ പിഞ്ചു മക്കൾക്ക് പാവപ്പെട്ട മക്കൾക്കുള്ള. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ മജ്ലിസ് ഒഴിവാക്കരുത് കേട്ടോ. അല്ലാഹു ബർക്കത്ത്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ദുആ. بسم الله الرحمن الرحيم. اللهم إنا نسألك أن نتوسل إليك ونتوجه إليك ونتضرع إليك بأسمائك الحسنى. يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصفر يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله